ഒരു മനുഷ്യന്റെ മാധ്യമ വിപണി മൂല്യം എത്ര പെട്ടെന്നാണ് ഇടിയുന്നത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഓരോ നീക്കങ്ങൾ, ഓരോ ചലനങ്ങൾ നമ്മുടെ ചാനൽ മാപ്രകൾ അപ്പോഴപ്പോഴും ഒപ്പിയെടുത്ത് പരമ്പത്തിരിക്കുന്ന നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അയാൾ കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകുന്നത്, അതിന്മേലുള്ള വാദം, അത് സംബന്ധിച്ച തീരുമാനം, എന്തൊരു പുകിലും പൊക്കാറുമായിരുന്നു ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ. ഇപ്പൊ ജാനുവരി 7 വരെ പുള്ളിക്കാരന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുക. പക്ഷെ ആർക്കും ഒരു താല്പര്യവുമില്ല. നേരത്തെ ആയിരുന്നെങ്കിലേ ഇന്നലെ പകല് മുഴുവൻ നമ്മുടെ ചാനലുകൾ അതങ്ങനെ കത്തിച്ച് വിറപ്പിച്ച് നിർത്തേണ്ടതാ. ഇനി ഇന്നത്തെ പത്രങ്ങളിലാണെങ്കിലും ഈ ജാക്കറ്റ് പരസ്യം കഴിഞ്ഞ് 3-ാം പേജ് എന്ന് പറയുന്ന 1-ാം പേജിന്റെ സെക്കൻഡ് മെയിൻ ആയിട്ടെങ്കിലും വരേണ്ടതായിരുന്നു. പക്ഷേ ഈ വാർത്ത വന്നിരിക്കുന്ന അകത്തെ ഏതോ ഒരു പേജിലാ, 10-ാം പേജിലോ 12-ാം പേജിലോ ഒരു 7 സെന്റിമീറ്റർ വാർത്ത. എന്തൊരു മാറ്റമാ അല്ലേ? എന്താ കാരണം? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷ മുന്നണി തോറ്റുതൊപ്പിയിട്ടു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ട് മാധ്യമങ്ങൾക്കും ലാഭമില്ല, രാഷ്ട്രീയക്കാർക്കും ലാഭമില്ല. എന്ത് പ്രയോജനം? ക്യാ പ്രയോജൻ? അതുകൊണ്ട് എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എടുത്ത് നിരത്തോട്ട് വെച്ചു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം, അയാളെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യങ്ങള്, കാരണങ്ങള്, അത് ഉയർത്തിയ ധാർമ്മിക പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല നമ്മുടെ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ പൊതുപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരുടെയോ ഒന്നും ലക്ഷ്യം. ഉദ്ദേശം വേറെയായിരുന്നു. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാ. നമ്മുടെ പിണറായി വിജയന് 3ാമത് മുഖ്യമന്ത്രിയാകണം. അതിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ LDF വലിയ വിജയം നേടണം. അപ്പൊ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF അടിക്കാൻ ഒരു വടി വേണം, ഒരു നല്ല വിഷയം വേണം. നമ്മുടെ കേരളത്തിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഏറ്റവും നല്ല വിഷയം ഒരു പെണ്ണ് കേസ. അതിലൊരാളെ പെടുത്തിയാൽ മതി, അവന്റെ കച്ചവടം തീരും, അവന്റെ പാർട്ടിയുടെ കച്ചവടവും അതുവഴി അങ്ങ് അവസാനിച്ചോളും. അപ്പൊ അതാണ് തെരഞ്ഞെടുത്തത്. ഇതൊരു കൊട്ടേഷൻ ആയിരുന്നു സത്യത്തിൽ. അതായത് LDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ, അതുവഴി പിണറായി വിജയനെ വീണ്ടും 3ാമത് മുഖ്യമന്ത്രിയാക്കാൻ, അതിനുവേണ്ടി എടുത്തൊരു കൊട്ടേഷൻ ആയിരുന്നു ഇത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ആ വിഷയം. ഇപ്പൊ തെരഞ്ഞെടുപ്പില് LDF തോറ്റമ്പി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തനായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് ഒരു വലിയ വാർത്താ മൂല്യമില്ലാത്ത വിഷയമായി മാറുന്നത്. മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടതുണ്ട്. ഒരു സാധാരണക്കാരനല്ല രാഹുൽ മാങ്കൂട്ടത്തില്, ഒരു പൊതുപ്രവർത്തകനാണ്. വളരെ ചെറുപ്പത്തില് MLA ആയ ആളാണ്. ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നിയമത്തിന്റെ വഴിക്ക് നോക്കട്ടെ. പക്ഷെ ഇതുവരെ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ, ഒന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോഴേ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ നന്നായിട്ട് തെളിഞ്ഞു വരിക. ആ ചെറുപ്പക്കാരനെതിരെ ധാരാളം പരാതികൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷെ ആരെങ്കിലും അയാൾക്കെതിരെ പരാതി കൊടുത്തിരുന്നില്ല, യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. പലരും ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടണം എന്ന ഉദ്ദേശത്തിൽ നടക്കുകയായിരുന്നു. അവരെല്ലാം ഈ സർക്കാരിന്റെ കൊട്ടേഷൻ എടുത്തവരാ, അല്ലെങ്കിൽ CPM കൊട്ടേഷൻകാരാ. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. വെളിപ്പെടുത്തൽ എന്ന് പറയാൻ ഒന്നുമില്ല, എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ എന്നെ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി അല്ലെങ്കിൽ ഒരു ബൈറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ദുർബലമായ ഒരു കേസായിരുന്നു. ആരും അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുള്ള ഒന്നായിരുന്നില്ല. പക്ഷേ നമുക്കൊരു തരി മതിയല്ലോ ഒരു തീപിടുത്തം ഉണ്ടാക്കുന്നതിന്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക്. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ അതൊരു വലിയ വിഷയമായിട്ട് വളരുകയാണ് ഉണ്ടായത്. ഈ സംഭവവികാസങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ചാലേ തുടക്കം മുതലേ, അതായത് ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയാവുന്ന ആ ബൈറ്റ് മുതൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം നമുക്കിതിന്റെ പിന്നിൽ കാണാമായിരുന്നു. പിന്നീട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനല് മറ്റൊരു ചാനലിനെതിരായിട്ട് കൊണ്ടുവന്ന ഒരു വിഷയം, ഒരു ആരോപണം, ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. അത് കത്തി നിന്ന പകലിനൊടുവില് മറ്റൊരു ചാനൽ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ നാടകങ്ങളിൽ ഒന്നും പെടാത്ത മറ്റൊരു ചാനലിലാണ് ഒരു പ്രധാനപ്പെട്ട ശബ്ദരേഖ പുറത്തു വരുന്നത്. പിന്നീട് അതിന് തുടർച്ചയായിട്ട് വരുന്ന ശബ്ദരേഖ മറ്റൊരു ചാനൽ ഏറ്റെടുക്കുന്നു. അതിന്റെ അവതാരകൻ ആ ശബ്ദരേഖ കേട്ട് വളരെ വികാരഭരിതനാവുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കുട്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ അവരുടെ സംസാരം കേട്ടിട്ട് ഒരു പക്ഷിക്കുഞ്ഞ് കരയുന്നത് പോലെ തോന്നുകയാണ്.
അദ്ദേഹം കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് വൈകാരികമായിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. സ്ത്രീ വോട്ടർമാരായിരുന്നു ലക്ഷ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. സ്ത്രീകളെ അവരെ ഒന്ന് ഭ്രമിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നൊരു ഭൂകമ്പം സംഭവിച്ചതുപോലെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു പ്രളയം വന്നതുപോലെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഈ മാധ്യമ രംഗം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഒരു പെണ്ണ് കേസും അത് പറയാൻ ഒരു ചാനലും ഉണ്ടെങ്കിൽ ഒരാളെ തീർക്കാൻ അത് മതി. കാരണം ഒരു ചാനൽ കൊടുത്താൽ മറ്റേ ചാനലുകൾക്ക് അത് ഏറ്റെടുക്കാതെ വയ്യ. കാരണം അത്തരത്തിലുള്ളൊരു മത്സരമാണ് ഇവിടെ ഈ ചാനൽ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മതി, ഒരു ചാനൽ മതി ഒന്ന് കത്തിച്ചു നിർത്താൻ, ഒരു പെണ്ണ് കേസ് കൊണ്ടുവരാൻ. മറ്റു ചാനലുകൾ അത് ഏറ്റെടുത്തുകൊള്ളും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനുശേഷം മറ്റൊരു യുവതിയുടെ പരാതി വരുന്നു. അതുകൂടെ കിട്ടിയപ്പോഴേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ ഫിനിഷ് ചെയ്തു എന്ന് ചാനലുകൾ അങ്ങ് തീരുമാനിക്കുക. അതിന്റെ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക. പക്ഷേ രണ്ടാമതൊരു യുവതിയുടെ പരാതി കൂടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാനലുകൾക്ക്, ചാനൽ അവതാരകർക്ക്, റിപ്പോർട്ടർമാർക്കൊക്കെ അപസ്മാരമിളകിയ ഒരവസ്ഥയായിരുന്നു. ഈ രണ്ട് പരാതികളുടെയും കാര്യത്തിൽ നമ്മുടെ സർക്കാരും വളരെ കൃത്യമായിട്ട് ശുഷ്കാന്തിയോടുകൂടി ഇടപെട്ടു, പെരുമാറിയെന്ന് പറയാതെ വയ്യ കേട്ടോ. പരാതി കിട്ടിയ ഉടനെ ആ പോലീസിനെ കൈമാറുന്നു. ഒരു പരാതി മുഖ്യമന്ത്രിയുടെ അടുത്താണ് വന്നത്, മറ്റൊരു പരാതി KPCC പ്രസിഡന്റ് മുമ്പിൽ. മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നു. പിന്നെ KPCC പ്രസിഡന്റ് അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് ഉടനെ പോലീസിന് കൈമാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മം തീർത്ത് കളയും ഇവിടുത്തെ മാധ്യമങ്ങൾ. അദ്ദേഹം അത് പോലീസിന് കൈമാറുന്നു. പടപടാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മൾ വരമ്പത്തിരിക്കുന്ന നമ്മൾ കൊടിയേറ്റത്തിലെ ഗോപി പറഞ്ഞതുപോലെ എന്തോ ഒരു സ്പീഡ് എന്ന് പറഞ്ഞുപോയി. രാഹുൽ മാങ്കൂട്ടത്തില് ഒളിവിൽ പോയതിനു ശേഷം മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു ചാകരയായിരുന്നു. അദ്ദേഹം രംഗത്തില്ല, അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഒരു കഥാപുരുഷനാക്കി നമ്മുടെ മാധ്യമങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. പല ലേഖന്മാരും ഡിറ്റക്റ്റീവുകളുടെ വേഷം കെട്ടി രംഗത്തിറങ്ങി. മിക്കവരുടെയും ലക്ഷ്യം, അവരുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ അദ്ദേഹം ബംഗളൂരു നഗരത്തിൽ എവിടെയോ ഒളിവിൽ പാർക്കുന്നു എന്നുള്ളതായിരുന്നു. ധാരാളം കഥകൾ ഇറങ്ങി. അവിടുത്തെ കർണാടകയിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് രക്ഷാകവചം ഒരുക്കുന്നു. അദ്ദേഹം റിസോർട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ചിലര് പറഞ്ഞു ബന്നാർഘട്ടയിലെ നാഷണൽ പാർക്ക്, അതിന്റെ സൈഡിൽ കൂടെ തലയിൽ മുണ്ടിട്ട് പോയി നടന്ന ചെറുപ്പക്കാരൻ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ചില കഥകൾ, അദ്ദേഹം കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ എവിടെയോ ഏതോ ഖനിയില് തൊഴിലാളിയായിട്ട് വേഷം മാറി കഴിയുകയാണ്. എത്ര കഥകൾ. ഇലക്ട്രോണിക് സിറ്റിയുടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടു. എത്ര വർത്തമാനങ്ങൾ, എത്ര കഥകൾ. നമ്മുടെ പോലീസ് ഒട്ടും കുറച്ചില്ല കേട്ടോ. കണ്ടു, ചെന്നു, പിടിച്ചു എന്നൊക്കെ ആയതാ. പക്ഷെ അവിടെ ചെന്നപ്പം ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ല. തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും പോലീസ്, നമ്മുടെ ഇരട്ടച്ചങ്ങൻ പോലീസ് പരതി നടക്കുകയായിരുന്നു, വെപ്രാളപ്പെട്ട് നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ, അല്ലെങ്കിൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുത്തുന്നതിന്. അങ്ങനെ കഥകളുടെ ചാകര, പ്രളയമാണ് നമ്മുടെ ചാനലുകളിലും മറ്റ് മാധ്യമങ്ങളിലും ഉണ്ടായത്. അവസാനം ഹോസ്ദുർഗ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നു എന്ന് വാർത്ത വന്നു. രാത്രി വെളുക്കുവോളം നമ്മുടെ ചാനൽ മാപ്രകള് അവിടെ കാത്തുകെട്ടി കിടന്നു. അതിലൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലോകത്തിലാദ്യമായിട്ട് ഞങ്ങളാണത് റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതി വന്നുമില്ല, അവിടെ ആരും അദ്ദേഹത്തെ ഹാജരാക്കിയുമില്ല, അയാളെ ആരും അറസ്റ്റ് ചെയ്തുമില്ല. പക്ഷേ ഒരു രാത്രി മുഴുവൻ ഇതിന്റെ കഥകളും ഉപകഥകളുമായിട്ട് ചാനലുകൾ നമ്മളെ കൂരിത്തിരിപ്പിച്ചു. വരമ്പത്തിരിഞ്ഞ് ഇതൊക്കെ കാണുന്ന നമ്മള് ചേട്ടാ ഈ പയ്യനൊരു മായാവിയാണോ എന്ന് പോലും അങ്ങ് വിചാരിച്ചു പോയി. വോട്ടെടുപ്പ് ദിവസം പയ്യൻസ് പാലക്കാട് വരുന്നു, വോട്ടിടുന്നു, അവിടെ ചായക്കടയിൽ ചായ കുടിക്കുന്നു, പരിപ്പുവട കഴിക്കുന്നു. അതിൻ്റെയൊക്കെ സൂക്ഷ്മാംശങ്ങൾ വരെ നമ്മുടെ ചാനലുകൾ പകർത്തി നമ്മളെ കാണിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ വർണ്ണിച്ച് എഴുതുകയായിരുന്നു. ഇപ്പോതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, LDF തോറ്റു, ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് പ്രയോജനമില്ല, അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്നു. അയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നടന്നത്. ജനുവരി 7 വരെ ആ ചെറുപ്പക്കാരന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കൊടുക്കാൻ ഒന്നാം ബെയിൽ സ്ഥലമില്ല, അല്ലെങ്കിൽ ചാനലുകൾക്ക് അത് കൊടുക്കാൻ നേരവുമില്ല. അതാണ് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മാധ്യമ വിപണി മൂല്യം ഇടിയാൻ ഒരു ദിവസം പോലും വേണ്ട എന്ന്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്തത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങള്, നമ്മുടെ ചാനലുകള് എടുത്ത നടപടികള്, അല്ലെങ്കിൽ എടുത്ത രീതികള്, പലരും അയാളെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു. കയ്യിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാമെന്ന ഒരു തീരുമാനത്തിലാണ് നിന്നത്. ഗോവിന്ദസ്വാമിയേക്കാൾ നിഷ്ഠൂരനായിട്ടാണ് അയാളെ എല്ലാവരും ചിത്രീകരിച്ചത്. ഇതുപോലൊരു പാപി,
കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് നമ്മുടെ അവതാരകര് കൊട്ടിഘോഷിച്ചത്. ഇപ്പോതാ രാഹുൽ മാങ്കൂട്ടത്തില് ഈ കേരളത്തില് അവിടെ എവിടെയൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അയാളുടെ വീട്ടിലുണ്ട്. 3-4 പോലീസുകാര് അയാൾ എവിടെ പോയാലും പിന്തുടരുന്നു എന്നാണ് കേൾക്കുന്നത്. സ്കൂട്ടറിൽ അമ്പലത്തിൽ പോയാല് പോലീസുകാര് ജീപ്പ് പിടിച്ച് അതിന്റെ പിന്നാലെ പോകും. മാധ്യമങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇനി അവർക്കൊരു വിഷയം വേണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും മറ്റൊരു പെണ്ണുകേസ് വേണം. ഇതിന്റെ ചൂടങ്ങ് പോയി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താലും ജാമ്യം നിഷേധിച്ചാലും ഒക്കെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഇനിയൊരു ഇരയെ വേണം, ഒരു കഥ വേണം, ഒരു പെണ്ണുകേസ് വേണം. അതിനുള്ള ശ്രമത്തിലാണ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കക്ഷികളും ഏർപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം ഈ 2025 നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ ഏതൊക്കെ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ വേട്ടയാടി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടി എന്നുള്ളത് നമ്മളൊക്കെ ഇന്നും മറക്കാത്ത കാര്യങ്ങളാണ്. ഏതാണ്ട് അതിനൊപ്പം നിൽക്കുന്ന നാടകങ്ങളാണ് മാധ്യമങ്ങൾ ഇത്തവണയും അരങ്ങേറിയത്. ഇത് ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും സമീകരിച്ചുകൊണ്ട് പറയുന്നതല്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ടും രണ്ട് വ്യക്തികളാണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, സർക്കാരും നേരത്തെ പറഞ്ഞല്ലോ വലിയ ശുഷ്കാന്തിയാണ് കാണിച്ചത്. അവരെ അറസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ വിഷയം എങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി വരെ കത്തിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. പക്ഷേ അവർ എക്സ്പോസ് ആയത് മറ്റൊരു കാര്യത്തിലാണ്. അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു നേതാവിനെതിരെ, ഒരു ഇടതുപക്ഷ സഹയാത്രികനെതിരെ, PT കുഞ്ഞു മുഹമ്മദിനെതിരെ ഇതേ സമയത്ത് ഒരു ആരോപണം ഉയർന്നു വന്നത്. ആ ആരോപണം ഉന്നയിച്ചതും ഇടതുപക്ഷ സഹയാത്രിക തന്നെയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? 2 ആഴ്ചക്കാലം നമ്മുടെ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറാതെ കയ്യിൽ വെച്ചു. കാരണം IFFK, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക, അതിന്റെ ഒരു പ്രധാന നടത്തിപ്പുകാരനാണത്രേ ഈ മാന്യദേഹം. അപ്പൊ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? ചോദ്യം ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആള് CPM കാരനാണ്, അയാൾ കോൺഗ്രസ്സുകാരനല്ലല്ലോ. അതുകൊണ്ട് 2 ആഴ്ചയേറെ കക്ഷത്ത് വെച്ചിട്ടാണ് ആ പരാതി പോലീസിലേക്ക് കൈമാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത നടപടി അല്ലെങ്കിൽ കാണിച്ച ശുഷ്കാന്തി, PT കുഞ്ഞുമോനെതിരെ സമാനമായ ഒരു പരാതി വന്നപ്പോൾ ഉണ്ടായ പ്രതികരണം, അതൊക്കെ കേരളം കണ്ടു. കേരളം മനസ്സിലാക്കി ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന്. ഏതായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് UDF വലിയ വിജയം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂടെ ഒരു ഭാഗ്യമായി. അല്ലെങ്കിൽ എല്ലാവരും കൂടെ, സകല കോൺഗ്രസ്സുകാരും UDFകാരും അയാളുടെ തലയിലേക്ക് കയറുമായിരുന്നു. കാരണം ഇയാളാണ് തോൽപ്പിച്ചത്, ഇയാളുടെ ഇഷ്യൂ കൊണ്ടാണ് തോറ്റത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒന്ന് തെളിയിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്നുള്ളത്. ഗവൺമെന്റ് ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മറപിടിക്കാനായിരുന്നു. അത് പ്രയോജനപ്പെട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട പെണ്ണുകേസ് ഉപയോഗിച്ച് ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കവർച്ച ചെയ്തതിനെ മറച്ചുപിടിക്കാമെന്ന് ഗവൺമെന്റും CPM കരുതി. അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് തോറ്റുപോയത്, പരാജയപ്പെട്ടു പോയത്. ഇപ്പൊ സർക്കാരിനും വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ സെഷൻസ് കോടതി കൊടുത്ത ജാമ്യത്തിനെതിരെ ഹൈക്കോടതി ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല. അവർക്കിപ്പോ വേറെ ഒത്തിരി വിഷയങ്ങളുണ്ടെന്നേ. അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് കീഴടങ്ങണം, ഗവർണറുടെ മുമ്പിൽ മുട്ടുമടക്കണം. അങ്ങനെ മുട്ടുമടക്കിയും കീഴടങ്ങിയും ക്ഷീണിച്ചു കഴിയുകയാണ് ഇപ്പൊ സർക്കാർ. ഗവർണറുടെ മുമ്പില് ഈ VC നിയമനത്തിന്റെ കാര്യത്തില് പരാജയപ്പെട്ടു പോയി, തോറ്റുപോയി, കീഴടങ്ങേണ്ടി വന്നു. സിസ തോമസിനെ VC ആയിട്ട് നിയമിക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായി, അത് സമ്മതം മൂടാൻ നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ആ യോഗത്തിൽ സ്വന്തക്കാരനായിരുന്ന രജിസ്ട്രാറെ തിരിച്ച് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് പായിക്കേണ്ടി വന്നു. കീഴടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ കീഴടങ്ങൽ ഏതാ? ഏറ്റവും അവസാനം കീഴടങ്ങിയത് കേന്ദ്ര വാർത്താ വിതരണ വകുപ്പിന്റെ മുമ്പിലാണ്. നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുകയാണല്ലോ, ഇന്ന് സമാപിക്കുക. അതിൽ കുറെ ചിത്രങ്ങൾ വന്നു, പക്ഷെ അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതിയില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് കൂടാതെ പ്രദർശിപ്പിക്കാനുള്ള പ്രത്യേക അനുവാദം കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ നിന്ന് വാങ്ങേണ്ടതാണ്. അത് വാങ്ങാൻ ഇവിടെ ആളുണ്ടായിരുന്നില്ല. അക്കാദമിയുടെ ചെയർമാൻ സ്ഥലത്തില്ലെന്നേ. അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ടിങ്ങുമായിട്ട് വിദേശത്തോടെയാണ്. ഇന്നലെ മറ്റോ വന്നു എന്ന് പറയുന്നു. അദ്ദേഹം അവിടെ വെർച്വലായിട്ട് ഇടപെട്ടത്രേ. ഈ മേളയുടെ നടത്തിപ്പ് സംബന്ധിച്ച് വെർച്വലായിട്ട് ഇടപെട്ടതാ. 6-7 സിനിമകൾക്ക് അനുമതിയില്ല. അതിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറെ പഴി പറഞ്ഞു. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? അദ്ദേഹം ധീരനായി, ഇരട്ടച്ചങ്കരല്ലേ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറയാൻ കേന്ദ്രം ആരാ? ഈ വക സെൻസർഷിപ്പിനൊന്നും പ്രബുദ്ധ കേരളം വഴങ്ങുകയില്ല, അതെല്ലാം പ്രദർശിപ്പിച്ചോളാൻ പറഞ്ഞു.
അങ്ങനെ ഒരു പ്രദർശിപ്പിക്കാൻ പറ്റുമോ? നിയമം ലംഘിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചാൽ അതിന് ശിക്ഷ വാങ്ങേണ്ടി വരും. ഈ സിനിമകളെ പ്രദർശിപ്പിക്കാനുള്ള അതിനാവശ്യമായ അനുമതിയില്ല. നമ്മുടെ മേളയുടെ അധികൃതർ അത് നേടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെ കാണിക്കും? അവസാനം ഇവിടെ നൈസായിട്ട് അങ്ങ് ഊരി. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, ആ വിവേകമൊന്നും കാണിക്കരുതെന്ന്, മണ്ഡലത്തിലൊന്നും പ്രവർത്തിക്കരുതെന്ന്, അനുമതിയില്ലാത്ത സിനിമകൾ കാണിക്കരുതെന്ന് പറഞ്ഞു. സാഷ്ടാംഗം വീണ് പറഞ്ഞു, കാണിക്കുന്നില്ലേ, ആ 6 സിനിമകളും ഞങ്ങളെ പ്രദർശിപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കീഴടങ്ങിക്കൊണ്ടിരിക്കുക കേന്ദ്രത്തിന് മുമ്പില്, ഗവർണറുടെ മുമ്പില്. അപ്പൊ പിന്നെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ ആർക്കാണ് നേരം? അത് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും അവസാനം മറ്റൊരു ടാസ്ക് കൂടെ ഉണ്ട്. ആ പാരഡിപ്പാട്ട് എഴുതിയില്ലേ, പൂറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, ആ പാട്ട്, അത് എഴുതിയവനെയും അത് പാടിയവനെയും പിടിക്കണം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ ഓരോരുത്തർ പറയും. ഇടതുപക്ഷക്കാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് കേട്ടുപോകരുത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് പൂട്ടണം. അതിനുള്ള തിരക്കിലാണ് നമ്മുടെ ഗവൺമെന്റും CPM-ഉം. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആർക്ക് വേണം?